കോഴിക്കോട് നാദാപുരം മുടവന്തേരിയിൽ പടക്കം പൊട്ടിക്കുന്നതിനിടെ ജീപ്പിന് തീപിടിച്ചതിൽ കേസെടുത്ത് പോലീസ്. സ്ഫോടക വസ്തുക്കൾ അശ്രദ്ധമായി ഉപയോഗിച്ചതിനാണ് കേസ്. അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റിരുന്നു. രാഹുൽ സുരേഷ് നൽകും കോഴിക്കോട് നിന്നും കൂടുതൽ വിവരങ്ങൾ. രാഹുൽ, വിശദാംശങ്ങൾ പറയും. പ്രജിൻ, കോഴിക്കോട് നാദാപുരത്തിനടുത്തുള്ള മുടവന്തേരിയിൽ ഇന്ന് പുലർച്ചെയായിരുന്നു ഈ സംഭവം നടക്കുന്നത്. പെരുന്നാളിന്റെ ഭാഗമായി യുവാക്കൾ ചേർന്ന് പടക്കം പൊട്ടിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ജീപ്പിൽ സൂക്ഷിച്ചിരുന്ന കരിമരുന്ന് ശേഖരത്തിന് തീ പടരുകയും വലിയ ശബ്ദത്തിൽ ഈ വാഹനം തീപിടിക്കുകയും ചെയ്തത്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ നാദാപുരം പോലീസ് കേസെടുത്തിട്ടുള്ളത്. സ്ഫോടക വസ്തുക്കൾ അശ്രദ്ധമായി ഉപയോഗിച്ചതിനാണ് കേസെടുത്തിട്ടുള്ളത്. സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേർക്കാണ് പൊള്ളലേറ്റിരുന്നത്. ഇവർ ചികിത്സ തേടുകയും തുടർന്ന് ആശുപത്രി വിടുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുള്ളത്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 24ന്റെ പേരിൽ ഒരു കാർഡ് പ്രചരിക്കുന്നുണ്ട്. അതായത് ലീഗ് കേന്ദ്രമായ മുടവന്തേരിയിൽ ഉഗ്രസ്ഫോടനം, ജീപ്പിൽ കടത്തിയ സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചു, ജീപ്പ് ചിതറിത്തെറിച്ചു എന്ന തരത്തിലാണ് ഒരു കാർഡ് പ്രചരിക്കുന്നത്. ഇത് 24 പുറത്തുവിട്ട കാർഡല്ല എന്നുകൂടി ഈ ഘട്ടത്തിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കുകയാണ്. പ്രജിത്, ശരി. രാഹുൽ സുരേഷ് ആണ്. ഒരു ഫേക്ക് കാർഡാണ് ഇപ്പോൾ 24ൻ്റേത് എന്ന പേരിൽ പ്രചരിപ്പിക്കുന്നത്. അത് ഫേക്ക് കാർഡാണെന്ന് മനസ്സിലാക്കുക. ആ രീതിയിൽ ഒരു വാർത്ത 24 നൽകിയിട്ടില്ല.